അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും. പ്രിയ കുട്ടികളെ, ഇന്ന് നടന്ന 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ 2024 അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 6 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. 25 മാർക്കിലാണ്. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നഖ്റ ഉൽ ഫിക്ര പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ അജ്വബത്തൽ മുനാസിബ യോജിച്ച ചോദ്യങ്ങൾ നമുക്ക് ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഷഫീഖ് ദാരിസുൻ നശീത്തുൻ വളരെ ഉന്മേഷവാനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഷഫീഖ്. വലാകിന്നഹു എന്നാൽ അവന് ലാ യഹ്ളുറുൽ മദ്രസത്ത കുല്ല യൗമിൻ എല്ലാ ദിവസവും മദ്രസയിൽ ഹാജരാവാൻ അവന് സാധിച്ചില്ല. ഫഅസമ അപ്പോൾ തീരുമാനിച്ചു മുറബ്ബി സുഫ് ക്ലാസ് ടീച്ചർ അലാ സിയാറത്തി ബൈത്തിഹി അവന്റെ വീട് സന്ദർശിക്കാൻ. ലിയഅരിഫ സബബ കാരണം അറിയാൻ വേണ്ടി. യൗമൻ ഒരു ദിവസം. വസ്വല എത്തിച്ചേർന്നു മുറബ്ബി സൊഫി ക്ലാസ് ടീച്ചർ ബൈത്ത ഷെഫീഖിന്റെ വീട്ടില്. ഫവജദ അപ്പോൾ കണ്ടെത്തി ഉമ്മഹു അവന്റെ ഉമ്മയെ മരീലത്തൻ രോഗിയായിട്ട്. വഅലിമ അധ്യാപകൻ അറിയുകയും ചെയ്തു അന്നഹു വലതുൻ യതീമുൻ അവൻ യതീമായ ഒരു കുട്ടിയാണ് എന്ന്. ബഅ്ലൽ അയ്യാമി ചില ദിവസങ്ങളിലെ ഹുവ അവൻ യദ്ഹബു അവൻ പോകും ലിൽ അമലി ജോലിക്ക് വേണ്ടി ലിശിറാഇൽ അത്ഇമ ഭക്ഷണങ്ങൾ വാങ്ങാൻ വേണ്ടിയും വൽ അദ്വിയത മെഡിസിൻസ് വാങ്ങാൻ വേണ്ടിയും മരുന്നും അതുപോലെ തന്നെ ഉമ്മക്ക് മരുന്നിനും ഭക്ഷണങ്ങൾ വാങ്ങുന്നതിനു വേണ്ടിയിട്ടും ചില ദിവസങ്ങളിൽ ജോലിക്ക് പോകാറുണ്ട്. ഫഖാല മുറബ്ബി സൊഫ് ക്ലാസ് ടീച്ചർ പറഞ്ഞു ലാ തഹ്സനി നിങ്ങൾ ദുഃഖിക്കേണ്ട. നെഹ്നു ഞങ്ങൾ ഫി മുസാഅദതിക്കി നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. അർസലിഹി നിങ്ങൾ അവനെ അയക്കണം ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് കുല്ല യൗമിൻ എല്ലാ ദിവസവും. ഫസ്വാറത്തിൽ ഉമ്മ ആയിത്തീർന്നു. മസ്റൂറത്തൻ സന്തോഷവതിയായിത്തീർന്നു. അത് കേട്ടപ്പോൾ ഉമ്മക്ക് വളരെയധികം സന്തോഷമായി. 5 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവയുടെ ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ലാ യഹ്ളുറുൽ മദ്രസത കുല്ല യൗമിൻ അവന് എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരാവാൻ കഴിയില്ല. അൽ ഉമ്മു ഷഫീഖ് മുറബ്ബി സൊഫ് ക്ലാസ് ടീച്ചർ. ഇതിൽ ആൻസർ ബ ആണ്. ഷഫീഖിനാണ് എല്ലാ ദിവസവും സ്കൂളിൽ പോവാൻ സാധിക്കാത്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വലതുൻ ഒരു കുട്ടി മാത്ത അബൂഹു അവന്റെ ഉപ്പ മരിച്ചു. ഫഹുവ അപ്പോൾ അവൻ ഫക്കീറുൻ ദരിദ്രനാണോ, യതീമുൻ അനാഥനാണോ, മിസ്കീനുൻ പാവപ്പെട്ടവനാണോ? ആൻസർ യതീമുൻ എന്നാണ്, അനാഥൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അസമ തീരുമാനിച്ചു മുറബ്ബി സൊഫി ക്ലാസ് ടീച്ചർ അലാ ഡാഷ് എന്തിനാണ് തീരുമാനിച്ചത്? സിയാറത്തിൽ ബൈത്തി വീട് സന്ദർശനത്തിന്, അൽ മുസാഅദത്തി സഹായത്തിന്, അൽ അമലി ജോലിക്ക്. ആൻസർ അലിഫാണ്. സിയാറത്തിൽ ബൈത്തി വീട് സന്ദർശനത്തിന്. നാലാമത്തെ ക്വസ്റ്റ്യൻ മുഫ്രദു കെലിമത്തിൽ ഉമ്മഹാത്ത് മദേഴ്സ് ഉമ്മമാര് എന്ന വേർഡിന്റെ മുഫ്രദ് ഏകവചനം എന്താണ്? അൽ ഉമ്മു ഉമ്മ എന്നാണോ, ഉമ്മത്തുൻ എന്നാണോ, ഉമ്മാഹ് എന്നാണോ? ആൻസർ അലിഫാണ്. അൽ ഉമ്മു ഉമ്മ എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബിമാദ സ്വാറത്തിൽ ഉമ്മു മസ്റൂറത്തൻ മാക്ക് സന്തോഷമുണ്ടായത് എന്തുകൊണ്ടാണ്? ബി സിയാറത്തി മുറബ്ബി സൊഫി ക്ലാസ് ടീച്ചറുടെ സന്ദർശനം കൊണ്ടാണോ, ബി അമലി ഷഫീഖിന്റെ ജോലി കൊണ്ടാണോ, ബി മുസാഅദത്തി മുറബ്ബി സൊഫി ക്ലാസ് ടീച്ചറുടെ സഹായം കൊണ്ടാണോ? ആൻസർ ജീമാണ്. ബി മുസാഅദത്തി മുറബ്ബി സൊഫി ക്ലാസ് ടീച്ചറുടെ സഹായം കൊണ്ടാണ്. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നുക്മിലുൽ മൻലൂമ പോയം നമുക്ക് ഫില്ല് ചെയ്യാം ബിൽ കലിമാത്തിൽ മുനാസിബ യോജിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്.
ഇന്നനി നിശ്ചയം ഞാൻ തിഫ്ലുൻ സഗീറുൻ ചെറിയ ഒരു കുട്ടിയാണ്. അഷ്റബു ഞാൻ കുടിക്കും അല്ലബ്നൽ ലദീദ രുചിയുള്ള പാലിനെ. അതുപോലെ നിങ്ങൾ താഴെയും എഴുതണം ഇന്നനി ഡാഷ് ഇന്നനി തിഫ്ലുൻ സഗീറുൻ ഞാൻ ഒരു ചെറിയ കുട്ടിയാണ്. ഉക്രിമു ഞാൻ ആദരിക്കും അൽ ഉമ്മൽ ഹനൂന ഹനൂൻ വാത്സല്യനിധിയായ ഉമ്മയെ ഞാൻ ആദരിക്കും. ബൈത്തുന ഞങ്ങളുടെ വീട് ബൈത്തുൻ ജദീദുൻ പുതിയ വീടാണ്. അഖിനിസുൽ ബൈത്ത വീട് ഞാൻ അടിച്ചുവാരും. കുല്ലയൗമിൻ എല്ലാ ദിവസവും, അല്ലെങ്കിൽ അഖിനിസുൽ ബൈത്തൽ ജമീല ഭംഗിയുള്ള വീടിനെ ഞാൻ അടിച്ചുവാരുമെന്ന് അവിടെ ചേർക്കാം. മാഉന ഞങ്ങളുടെ വെള്ളം സോഫിൻ നക്കിയുൻ ശുദ്ധമായ വെള്ളമാണ്. അഷ്റബു ഞാൻ കുടിക്കുന്നു അൽമാ അന്നക്കിയ ആ ശുദ്ധമായ വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. അഷ്റബു ഞാൻ കുടിക്കുന്നു, ഇവിടെ ഒരു ഡാഷാണ് ഇട്ടിരിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളം ഞാൻ കുടിക്കും എന്ന് ചേർക്കാം. അൽമാ അന്നക്കിയ ശുദ്ധമായ ആ വെള്ളം ഞാൻ കുടിക്കും. മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. സാറ ഷെഫീഖുൻ ഷെഫീഖ് സന്ദർശിച്ചു മുദരിസഹു അവന്റെ ടീച്ചറെ ഫി ബൈത്തിഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ഈ മടങ്ങുന്ന സമയത്ത് ലക്കിയ സ്വദീഖഹു രാമു എന്ന അവന്റെ കൂട്ടുകാരനെ അവൻ കണ്ടുമുട്ടി. ഫിത്തൊരീക്കി വഴിയിൽ വെച്ച്. ഫജറ അപ്പോൾ നടന്നു. ബൈനഹുമ അവർ രണ്ടു പേർക്കും ഇടയിലെ ഹിവാർ കോൺവെർസേഷൻ. നമുക്ക് ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്യണം. രാമുവും ഷെഫീഖും തമ്മിലാണ് കോൺവെർസേഷൻ. എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കൂ. മസാ ഉൽ ഖൈർ ഗുഡ് ഈവനിങ് എന്ന് രാമു പറഞ്ഞു. അപ്പൊ തിരിച്ച് ഷെഫീഖ് എന്ത് പറയണം? മസാ ഉന്നൂർ എന്ന് തിരിച്ചു പറഞ്ഞു. ഇനി അവിടെ രാമു എന്തോ പറഞ്ഞിട്ടുണ്ട്. ഷെഫീഖ് അതിന് ഉത്തരമായിട്ട് പറയുന്നത് അൽഹംദുലില്ലാ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ എന്താവും ചോദിച്ചിരിക്കുക? കൈഫൽ ഹാൽ എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. അപ്പം ഷെഫീഖ് ചോദിക്കുകയാണ് വകൈഫ അൻത നിനക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രാമു പറയുകയാണ് സയ്യൻ നല്ലത്, അല്ലെങ്കിൽ തൊയ്യിബ് എന്ന് ചേർത്ത് കൊടുക്കാം, നല്ലത്. മിൻ ഐന അൻത എവിടെ നിന്നാണ് നീ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഷെഫീഖ് പറയുകയാണ് മിൻ ബൈത്തിൽ മുദരിസി അധ്യാപകന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് ഷെഫീഖ് രാമുവിനോട് മറുപടി പറഞ്ഞു. രാമു വീണ്ടും ചോദിക്കുകയാണ് കൈഫ ഹാലുഹു എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഷെഫീഖ് പറയുകയാണ് സയ്യൻ നല്ലത്, അല്ലെങ്കിൽ തൊയ്യിബ് എന്ന് ചേർത്ത് കൊടുക്കാം, നല്ലതാണ് എന്ന് പറയുകയാണ്. അപ്പൊ രാമു വീണ്ടും ചോദിക്കുകയാണ് ഹൽ യദ്കുറുന അദ്ദേഹം നമ്മളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഷെഫീഖ് നാം അതെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമു പറയുകയാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ സഅസൂറുഹു യൗമൻ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കും. ഷെഫീഖ് പറയുകയാണ് ഹസനൻ നല്ലതാണ്, ദാലിക അംറുൻ അലീമുൻ മഹത്തായ കാര്യമാണ് അത് എന്ന് പറയുകയാണ്. രാമു ശുക്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫീഖ് അഫ്വൻ വെൽക്കം എന്ന് പറഞ്ഞ് കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. നാലാമത്തെ പ്രവർത്തനം നോക്കാം. നൊഇദ്ദു നമുക്ക് തയ്യാറാക്കാം മുദക്കിറത്തൻ ഒരു കുറിപ്പ്. അസമ തീരുമാനിച്ചു. മുൻതദൽ അറബിയ അറബി ക്ലബ്ബ് തീരുമാനിച്ചു. ഫി മദ്രസത്തിക്ക നിങ്ങളുടെ മദ്രസയിലുള്ള അറബി ക്ലബ്ബ് തീരുമാനിച്ചു. അല മുസാഅദത്തിൻ സഹായിക്കാൻ അൽ മുസ്വാബീന ബാധിച്ചവരെ ഫി കാരിസത്തിൻ തൊബിഇയ പ്രകൃതി ദുരന്തം ബാധിച്ചവരെ സഹായിക്കാൻ വേണ്ടി. കൈഫ എങ്ങനെയാണ് നുസാഇദുഹു നമുക്കവരെ സഹായിക്കാൻ കഴിയുക. അവിടെ ഏതാനും വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്, അവ ഉപയോഗിച്ചിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ. നഷ്തരി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാം. നസൂറു നമുക്ക് സന്ദർശിക്കാം. നതഅമലു നമുക്ക് പെരുമാറാം. അൽ മലാബിസ വസ്ത്രങ്ങള്. അൽ ഉഹുവത്ത് സാഹോദര്യം. അൽ മഹബത്ത് സ്നേഹം. അദ്വിയത്തുൻ മെഡിസിൻസ് മരുന്നുകള്. ഇവയൊക്കെ ഉപയോഗിച്ച് വേണം എഴുതാന്. അവിടെ നജ്മഉ നമുക്കൊരുമിച്ച് കൂട്ടാം. ലഹും എന്നാണ് വേണ്ടത്, അവർക്ക് വേണ്ടി. അൽ മവാദൽ ഇദാഇയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കൊരുമിച്ച് കൂട്ടാം. പിന്നെ നമുക്ക് എന്തെഴുതാം? വനഷ്തരി നമുക്ക് വാങ്ങുകയും ചെയ്യാം. അൽ മലാബിസ വസ്ത്രങ്ങളും. വൽ അദ്വിയത്ത
മെഡിസിൻസുകളും വനസൂറു ബുയൂത്തഹും അവരുടെ വീടുകളെ നമുക്ക് സന്ദർശിക്കുകയും ചെയ്യാം. വനജ്മഉ അത്തബറുആത്ത് സംഭാവനകൾ നമുക്ക് കളക്ട് ചെയ്യാം. വനതഅമലു മാഹും അവരോടൊപ്പം നമുക്ക് പെരുമാറാം. ബിൽ ഉഖുവത്തി സാഹോദര്യത്തിലും വൽ മഹബ്ബത്തി സ്നേഹത്തിലും. വേറെയും സെന്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. 5ാമത്തെ പ്രവർത്തനം നോക്കാം. നുഖ്മിലുൽ ജുംല സെന്റൻസുകളെ നമുക്ക് ഫില്ല് ചെയ്യാം. താലിയ താഴെ കൊടുത്തിരിക്കുന്നത് സെന്റൻസുകളെ നമുക്ക് ഫില്ല് ചെയ്യാം. ബികലിമത്തിൻ മുനാസിബ യോജിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. അവിടെ ഏതാനും വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അവ യോജിച്ചത് ഈ സെന്റൻസുകളിൽ ചേർത്ത് കൊടുക്കണം. നോക്കൂ. അക്കലത്ത് അവൾ തിന്നു. ദഹബ അവൻ പോയി. ഇജ്ലിസ് നീ ഇരിക്ക്. ദഹബൂ അവർ പോയി. ഹിയ അവൾ. ഇഖ്റഈ നീ വായിക്ക്. അക്കല അവർ രണ്ടുപേരും തിന്നു. ഇവയിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് നോക്കൂ. ഡാഷ് അത്തുല്ലാബു ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോയി. പോയി എന്ന് പറയാൻ ദഹബ എന്നാണ് ഉപയോഗിക്കുക. ദഹബത്തുല്ലാബു വിദ്യാർത്ഥികൾ പോയി. ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്. അടുത്തത് നോക്കൂ. യാ ഫാത്തിമത്തു ഫാത്തിമ ഡാഷ് അദ്ദർസ പാഠം നീ വായിക്ക് എന്ന് പറയാന് ഇഖ്റഈ എന്നാണ് ഉപയോഗിക്കുക. ഇഖ്റഈ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. 3ാമത്തേത് ഡാഷ് മുദരിസത്തുൻ ടീച്ചർ. അവിടെ യോജിച്ചു വരുന്നത് ഹിയ എന്നുള്ള ഒമീറാണ്. ഹിയ അവൾ. മുദരിസത്തുൻ ഒരു ടീച്ചറാണ്. ഡാഷ് ഫൗസിയത്തു തുഫാഹത്ത ആപ്പിള് ഫൗസിയ തിന്നു എന്ന് വരണമെങ്കിൽ അവിടെ അക്കലയുണ്ട്. അക്കല എന്ന് പറഞ്ഞാൽ 2 പേരാണ്. അവൾ തിന്നു. അക്കലത്ത് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 5ാമത്തേത് യാ രാജു ഏ രാജു ഡാഷ് ഫിൽ അരീക്കത്ത സോഫയിൽ ഡാഷ് നീ ഇരിക്ക് എന്ന് പറയണം. അവിടെ ഇജ്ലിസ് അംബ്ര ഇജ്ലിസ് നീ ഇരിക്ക് എന്ന വേർഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റ് പ്രവർത്തനം നോക്കാം. 6ാമത്തെ പ്രവർത്തനം. നഖ്റഉ നമുക്ക് വായിക്കാം. തർജമത ജീവചരിത്രം രാമാനുജന്റെ ജീവചരിത്രം നമുക്ക് വായിക്കാം. വനുഇതു നമുക്ക് തയ്യാറാക്കാം. ബയാനാത്തിൻ ഷഖ്സിയ ബയോഡാറ്റ തയ്യാറാക്കുകയും ചെയ്യാം. രാമാനുജൻ ഹുവ റിയാലിയുൻ മാത്തമാറ്റീഷ്യനാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്. ഹിന്ദിയുൻ മഷ്ഹൂറുൻ ഇന്ത്യയിലെ പ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞനാണ് രാമാനുജൻ. ഇസ്മുഹുൽ കാമിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് ശ്രീനിവാസ അയ്യങ്കാർ രാമാനുജൻ എന്നാണ്. വുലിദ അദ്ദേഹം ജനിച്ചത് ഫി 22 ഡിസംബർ 1887 മീലാദിയ 1887 ഡിസംബർ 22 ജനിക്കുന്നത്. ഫി ഈറോഡ് മിൻ വിലായത്തി തമിഴ്നാട് സംസ്ഥാനത്തിലെ ഈറോഡ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇസ്മു വാലിദിഹി അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് കുപ്പുസ്വാമി എന്നാണ്. വാലിദത്തിഹി ഉമ്മയുടെ പേര് കോമളത്തമ്മാൾ. വ ഇസ്മു സൗജത്തിഹി ഭാര്യയുടെ പേര് ജാനകി അമ്മാൾ. ഖദ്ദമ ഖിദ്മാത്തിൻ ജലീല മഹത്തായ ഖിദ്മാത്ത് സേവനങ്ങൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഫി മജാലി റിയാലിയാത്തി മാത്സ് മേഖലകളിൽ ഗണിത മേഖലയിൽ ധാരാളം സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. തൂഫിയ മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചത് 26 അബ്രിൽ 1920 മീലാദിയ ഫി കുംഭകോണത്ത് 1920 ഏപ്രിൽ 26 മരണപ്പെടുന്നത്. ബയോഡാറ്റ നോക്കൂ. ഇസ്മുൽ കാമിൽ അദ്ദേഹത്തിന്റെ ഫുൾ ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കണം. ഇസ്മുൽ കാമിൽ ഫുൾ നെയിം അവിടെ ചേർത്ത് കൊടുക്കണം. ശ്രീനിവാസ അയ്യങ്കാർ രാമാനുജൻ. ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് കുപ്പുസ്വാമി.
അവിടെ ഉമ്മയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതേണ്ടത് ഇസ്മുൽ വാലിദത്ത്, ഉമ്മയുടെ പേര് എന്ന് ചേർത്ത് കൊടുക്കണം. ഉമ്മയുടെ പേര് കോമളത്തമ്മാൾ. ഇസ്മു സൗജത്ത്, ഭാര്യയുടെ പേര് ജാനകി അമ്മാൾ. മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം ഈറോഡ്. മിൻ വിലായത്തി, തമിഴ്നാട്. ആമുൽ മീലാദ്, ജനിച്ച വർഷം 1887. ആമുൽ വഫാത്ത് എന്ന് അവിടെ ചേർത്ത് കൊടുക്കണം. മരിച്ച വർഷം അവിടെ കൊടുത്തിട്ടുണ്ട് 1920 ഏപ്രിൽ 26. ആമുൽ വഫാത്ത് എന്ന് ചേർത്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.